ബലഹീനരല്ല, നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ വിശ്വാസത്തിൻ ഫലമുളവാകാൻ കൃപ ചൊരിയണമേ നാഥ, കൃപ ചൊരിയണമേ നാഥ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 78 സങ്കീർത്തനം അതിൻ്റെ 9 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രീമർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. അവർ ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ചില്ല, അവൻ്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. അവർ അവൻ്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നുകളഞ്ഞു. അവൻ മിസ്രൈം ദേശത്ത് സോവാൻ വലയിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണെ അത്ഭുതം പ്രവർത്തിച്ചു. അവൻ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവരെ കടത്തി. അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി. വചനഭാഗം നമ്മൾ കേൾക്കുമ്പോൾ എഫ്രീമിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രീമർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. ഒരു യുദ്ധ ദിവസം വന്നപ്പോൾ ഇവരെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ അവർ ആയുധം ധരിച്ച വില്ലാളികളാണ്. കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, അവർ പഠിച്ചവരാണ്, അഭ്യാസം തികഞ്ഞവരാണ്, അവരുടെ കയ്യിൽ ആയുധമുണ്ട്. പക്ഷേ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയെന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. ചിലര് പലയിടങ്ങളിലും അങ്ങനെയാണ്. ഒരു വീട്ടിലാണെങ്കിലും ഒരു സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ദിവസം വരുമ്പോൾ പെട്ടെന്ന് അവർ എങ്ങനെയെങ്കിലും പിന്തിരിഞ്ഞ് അവർ പോകും. അവിടെ ഒരു വിഷയം ഉണ്ടായി, അവിടെ ഒരു തകർച്ചയുണ്ടായി, തരിപ്പണമാക്കി പോവുകയാണ്. ഇതിൻ്റെ അനന്തരഫലം കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവമക്കളെ, അകത്തൊരു വിശ്വാസം, ദൈവഭക്തി, ദൈവഭയം ഉണ്ടെങ്കിലേ മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് ദാവീദ് ദൈവസന്നിധിയിൽ ഉറപ്പിച്ച് പറയുന്നത്. നിന്നാൾ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇത്ര തികവ് എല്ലാവർക്കും ഇല്ല. ഇത്ര തികവ് ദാവീദിൻ്റെ ജീവിതത്തിൽ വരുവാൻ ദാവീദ് അത്രമാത്രം യഹോവ ഭക്തനായിരുന്നത് കൊണ്ട് തന്നെയാണ്. ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടങ്ങൾ കാണേണ്ടി വന്നു, എങ്കിലും ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ചവർ തീർച്ചയായിട്ടും ദൈവമക്കളെ കർത്താവിന് വേണ്ടി ജീവിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ, ഒരു സമാധാനത്തിൻ്റെ, ഒരു സമൃദ്ധിയുടെ ഒരു നല്ല കാലം കയറി വരുമ്പോൾ അതെല്ലാം ഊതിക്കെടുത്തിക്കൊണ്ട് പെട്ടെന്ന് പിന്തിരിഞ്ഞു പോകുന്നവരുണ്ടാവും. ഇതാണ് ദൈവമക്കളെ ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രീമർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയെന്നാണ് പറഞ്ഞത്. ആ ദിവസത്തിൽ തന്നെ പിന്തിരിഞ്ഞു പോയി. അവരെ വിശ്വസിക്കാൻ പറ്റുമോ? അതേ 10 വാക്യം പറയുന്നുണ്ട്, അവര് ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ചില്ല. പ്രമാണിച്ചിരുന്നുവെങ്കിൽ, ദൈവത്തെ ഓർത്തിരുന്നെങ്കിൽ, യുദ്ധത്തിൻ്റെ ദിവസം ശത്രു എത്ര വലിയതാണെങ്കിലും, എത്രമാത്രം പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിലും യഹോവ ഭക്തൻ്റെ ഹൃദയം വിശ്വാസത്തിലാണ്, ബലത്തിലാണെങ്കിൽ അത് മതി ദൈവമക്കളെ. ആ ബലത്തിൽ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. എന്നാൽ എഫ്രീമിന് അത് സാധിച്ചില്ല. അവർ ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ചില്ല, അവൻ്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ദൈവമക്കളെ ന്യായപ്രമാണത്തെ പോലും ഉപേക്ഷിച്ചു കളഞ്ഞു. ദൈവഭയമില്ലാതായാൽ പോയി എന്നുള്ളതാണ് എൻ്റെ വാസ്തവമായ കാര്യം. നമ്മൾ തുറന്നു പറഞ്ഞാൽ ദൈവഭയം അവർക്കില്ലാതെ പോയി. 11 വാക്യം പറഞ്ഞു, അവർ അവൻ്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. അവൻ്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും, എത്ര അത്ഭുതങ്ങൾ നടത്തിയാണ് ദൈവം കൊണ്ടുവന്നത്. നമ്മളൊക്കെ നോക്കിയാൽ ഇന്ന് വരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര അതിശയമായ കാര്യങ്ങൾ ദൈവം നടത്തി തന്നു. നമ്മൾ ഓർത്തോ ഈ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടുന്നു, നമ്മൾ ഓർത്തോ ഒരു ഭവനം പണിയുന്നു, നമ്മൾ ഓർത്തോ ഒരു കുടുംബജീവിതം ഉണ്ടാകുന്നു, നമ്മൾ ഓർത്തോ ദൈവമക്കളെ ഇന്നും ഒരു ഉപജീവന മാർഗം നമുക്ക് ആരെ ആശ്രയിക്കാതെ നമുക്ക് ലഭിക്കുമെന്ന്. അങ്ങനെ എടുത്തു പറഞ്ഞാൽ നമുക്ക് ഇത് ഉണ്ടാകുകയല്ല, ഇതൊരിക്കലും കിട്ടത്തില്ല എന്ന് നമ്മൾ പറയുകയും നമ്മുടെ മനസ്സുകൊണ്ട് അങ്ങ് തീരുമാനിച്ചു വെച്ചു, ഇതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, ഇത്രയൊന്നും എനിക്ക് കിട്ടത്തില്ല. നിന്ദിക്കുന്നവരുടെയും പഴിക്കുന്നവരുടെ നടുവിൽ പഴിക്കാനുള്ളവരും നമ്മുടെ ധൈര്യത്തെ കെടുത്തുന്നവർ തന്നെയാണ്. ഇതൊന്നും നിങ്ങൾക്ക് ലഭിക്കത്തില്ല, ഇങ്ങനെയൊന്നും നിങ്ങളാകത്തില്ല, നിങ്ങളുടെ മക്കൾ വളരത്തില്ല, നിങ്ങൾക്കൊരു വീട് പണിയാൻ പറ്റത്തില്ല, നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടത്തില്ല. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിച്ച് ആ വേദനയും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഇതൊക്കെ കേൾക്കുമ്പോഴും ഈ വാക്കുകൾക്കപ്പുറത്ത് അതിശയമായിട്ട് നടത്തിയ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്തുകൊണ്ട് ആ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീർന്നാൽ നമ്മുടെ മനസ്സ് പതറത്തില്ല. പതറിയ മനസ്സോടുകൂടിയല്ല ജീവിക്കേണ്ടത്. ആമേ സ്തോത്രം. ഉറച്ച മനസ്സ് നമുക്കുണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ എഫ്രൈമർക്ക് അതില്ലാതെ പോയി. അവർ അവൻ്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞ്. ജീവിതത്തിൽ ദൈവം എത്ര അതിശയമായ അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ സാക്ഷ്യം പറഞ്ഞിട്ടില്ലേ, പലരോടും നമ്മൾ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ കേൾക്കുന്നിടക്ക് ഉള്ളത്തിലുണ്ടായ ബലം എത്ര വലുതായിരുന്നു, അവർക്കൊക്കെ ഉണ്ടായ സന്തോഷം എത്ര വലുതായിരുന്നു. ഇന്ന് ഈ ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വന്നപ്പോൾ അതെല്ലാം നമ്മൾ പാടെ മറന്നുപോയില്ലേ. ദൈവം നടത്തിയ അത്ഭുത പ്രവൃത്തികൾ മറന്നുപോയില്ലേ. എഫ്രൈമിനെ പോലെ ഒരിക്കലും ആകാതിരിക്കാൻ വിശ്വാസി എപ്പോഴും കർത്താവിലേക്ക് നോക്കുക. സ്തോത്രം. അവൻ മിസ്രൈം ദേശത്ത് സോവാൻ വലയിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണുക അത്ഭുതം പ്രവർത്തിച്ചു. അവൻ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവരെ കടത്തി. അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി. ദൈവമക്കളെ, നടത്തിയ വഴികളെയൊക്കെ അങ്ങോട്ട് പറയുക. പക്ഷെ എല്ലാം മറന്നുപോയി. എത്ര അതിശയങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു. ഇന്നും ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ ദൈവം വഴി നടത്തിയ നന്മകളൊക്കെ ഒരുപാട് പ്രാവശ്യം വിശേഷിപ്പിച്ച നമുക്ക് ഒരു ചെറിയ പ്രയാസങ്ങൾ പ്രശ്നം കടന്നു വന്നപ്പോൾ നമ്മളതൊക്കെ മറന്നുപോയില്ലേ. ദൈവം തന്ന ഉപകാരങ്ങളൊക്കെ മറന്നുപോയില്ലേ. മറക്കരുത് ദൈവമക്കളെ. മറന്നൊരു ജീവിതം ഉണ്ടാവരുത്. ദൈവം നടത്തിയ വഴികളെ മറക്കരുത്. ഇനി നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോണേലും ദൈവം കരം പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും സാധിക്കത്തില്ല. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എവിടെയാണ് വീണുപോയതെന്ന് നമ്മളെ തന്നെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് കയറി വരുവാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. മടങ്ങി വരാനായിട്ട് കർത്താവ് വിളിക്കുന്നു. ആ വിളി കേട്ടിട്ട് മടങ്ങി വരാൻ താല്പര്യമുണ്ടെങ്കിൽ അനുതപിക്കുന്ന മനസ്സോടുകൂടി കടന്നു വന്നാൽ, അനുതപിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ 1-ാം സ്ഥാനമാണ്. പക്ഷെ നമുക്ക് അനുതപിക്കുന്നൊരു മനസ്സുണ്ടാകണം. അറിഞ്ഞു അറിയാതെ വന്നു ഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ടും എത്ര താലന്തുകൾ ദൈവം തന്നു അതെല്ലാം നമ്മൾ കെടുത്തിക്കളഞ്ഞില്ലേ, ഊതിക്കളഞ്ഞില്ലേ. ആ നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചെടുക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. ദൈവമക്കളെ, നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചു തരാൻ ഈ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുക. ഒരു മനസ്സ് വെച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ, അപേക്ഷിച്ചാൽ എൻ്റെ കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. അമ്മേ സ്തോത്രം. ഇനി നമ്മൾ അങ്ങോട്ട് ഒരു നിമിഷമെങ്കിലും ജീവിക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് നടപ്പാൻ ദൈവടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും ഭയഭക്തിയോടുകൂടി കർത്താവെ വിശ്വാസത്തിൽ നിന്ന് കഴിക്കുന്ന പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാ മക്കളും ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയാക്കണമേ. ദൈവം നടത്തിയ ഉപകാരങ്ങളൊക്കെ മറന്ന്, ദൈവം നടത്തിയ അത്ഭുതങ്ങളെ മറന്ന്, ദൈവസന്നിധി സാക്ഷി പറഞ്ഞത്, ദൈവസന്നിധി ശുശ്രൂഷിച്ചതെല്ലാം മറന്ന് കർത്താവെ ദൈവത്തെ പഴിച്ച് നടക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ, മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ് കർത്താവെ. എല്ലാവരെയും ദൈവം വീണ്ടെടുക്കണമേ. ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം ചേർത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവമായ കർത്താവെ ആ വിരിച്ച ചിറകിൻ മറവിൽ ചേർത്ത് അനുഗ്രഹിക്കണമേ. നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചു കൊടുത്ത് എൻ്റെ കർത്താവിന് വേണ്ടി ആയിരിക്കാൻ, ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടി ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സകല ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും കർത്താവ് അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയാണ് വിശ്വാസ ജീവിതത്തിൽ വീണുപോയത്, നിൻ്റെ മക്കൾ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ വലങ്കര നീട്ടി നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇരട്ടി പങ്ക് കൃപയോടെ കർത്താവിന് വേണ്ടി ജീവിപ്പാനിടയാക്കണേ. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.